Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. മെമ്മറീസ് എന്ന് പറഞ്ഞ പുസ്തകം. അതില് വോളിയം 1 ഉള്ളൊരു കാര്യമാണ്. അതില് ധനഞ്ജയ ദാസ് എന്ന് പറഞ്ഞൊരു ഭക്തൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം യൂറോപ്യൻ കൺട്രീസിലുള്ളതാണ്, ഇംഗ്ലണ്ടിലുള്ളൊരു ഭക്തനാണ്. അപ്പോൾ ഒരു വേളയിൽ ശ്രീല പ്രഭുപാദിനെ കാണാനായിട്ട് ഒരു കാർഡിനൽ അവിടെ വന്നിരുന്നു, റോമിൽ നിന്നുള്ള കാർഡിനൽ. അവിടെ ഒരു വലിയ ഇവിടുത്തെ ബിഷപ്പിനെക്കാട്ടിലും വലിയൊരു സ്ഥാനമാണ് അവിടെ. അപ്പം അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം പ്രീവിയസ്ലി ബോംബെയിലെ ബിഷപ്പുമായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ ശ്രീല പ്രഭുപാദിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദും അത് അക്സെപ്റ്റ് ചെയ്തു. ഗോഡ് കോൺഷ്യസ്നെസ് ആണ് അവർ ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് പ്രഭുപാദ്, പക്ഷെ അത് ശരിയാണ്, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട്, ഭഗവത്ഗീത, ഇത് നിങ്ങൾ വായിക്കണം. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് ആ കാർഡിനലിന് പ്രഭുപാദ് ആ ബുക്ക് പ്രസന്റ് ചെയ്തു. എന്നിട്ട് ധനഞ്ജയ പ്രഭു പറയുന്നു, വേറൊരു സന്ദർഭത്തില് പ്രഭുപാദ് ഇങ്ങനെ പറയുമായിരുന്നു, ഈ ഇറ്റാലിയൻസ് റിലീജിയസ് ആണ്, അവർക്ക് എല്ലാവർക്കും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വേണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് എങ്ങനെയാണ് അത് കിട്ടേണ്ടതെന്ന് അവർക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ആ ഒരു നോളജ് ഉണ്ട്, നമ്മുടെ ബുക്സിലുണ്ട്, എങ്ങനെയാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടേണ്ടതെന്നുള്ളതുണ്ട്. അങ്ങനെ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ധനഞ്ജയ പ്രഭു ഇതിനെ റിയലൈസ് ചെയ്ത് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് ഓർത്ത് ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയ ഒരു വ്യക്തിക്കാണ് ഭഗവാന്റെ മേഴ്സി വരുന്നത്. ഭഗവാൻ എപ്പോഴും ദൈവത്തിനെ കുറിച്ച് കോൺഷ്യസ് ആയാൽ മാത്രമേ അത് പറ്റുള്ളൂ. പക്ഷെ മറ്റു പല ആ ട്രഡീഷൻ നോക്കിക്കഴിഞ്ഞാലും ദൈവം എന്നൊരു സങ്കല്പമുണ്ട്, പക്ഷെ അത് എന്താണ്, എന്ത് രൂപമാണ്, എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്ത് വ്യക്തിത്വം എന്നുള്ള ഒരു ഇത് അവർക്കില്ല. നമുക്കൊരു വ്യക്തിത്വമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഓർക്കാൻ പറ്റത്തില്ല. നമുക്കൊരു വ്യക്തിയെ കണ്ടാൽ മാത്രമേ ആ വ്യക്തിയെ എപ്പോഴും ഓർക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് പ്രഭുപാദ് നമുക്കൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഗോഡിനെയാണ് തന്നിരിക്കുന്നത് എന്ന് ധനഞ്ജയ പ്രഭു പറയാണ് കൃഷ്ണനെ കുറിച്ച്. അപ്പൊ കൃഷ്ണനെ കുറിച്ച്, കൃഷ്ണന്റെ രൂപം, ലീല, ഇതെല്ലാം നമുക്ക് ഓർക്കാനായിട്ട് പറ്റും. അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് നിരന്തരം ഭഗവാനെ ഓർത്താൽ മാത്രമേ ഭഗവാനെ കുറിച്ചുള്ള കോൺഷ്യസ്നെസ്സിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം ഡിറൈവ് ചെയ്യുന്ന പ്രഭുപാദിനെ വേണമെങ്കിൽ ഈ പ്രസ്ഥാനം സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ഗോഡ് കോൺഷ്യസ്നെസ് ഇടായിരുന്നു. പക്ഷെ പ്രഭുപാദ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്നാണ് ഇട്ടത്. ആ കൃഷ്ണ എന്നുള്ള ആ വ്യക്തിയിലേക്ക് നമുക്ക് നമ്മുടെ ഇത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കാനായിട്ട് പറ്റുള്ളൂ. ഓർത്തിയാൽ മാത്രമേ എപ്പോഴും കോൺഷ്യസ് ആയിട്ടിരിക്കാൻ പറ്റൂ, മരണസമയത്തും ഭഗവാന്റെ കോൺഷ്യസ് ആയിട്ട് തിരിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഒരു വേഗ കോൺസെപ്റ്റായിട്ട് മാത്രം ഇരിക്കും എന്നുള്ളത് പ്രഭു അതിനകത്ത് പറഞ്ഞു.